ഹലോ ഹായ് നമസ്കാരം. ഞാൻ കഴിഞ്ഞ തവണ നമ്മുടെ ഓസ്ലർ സിനിമയുടെ റിവ്യൂ ആയിട്ടായിരുന്നു വന്നിരുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൻ്റെ ഒരു ക്ലാസിക്കൽ ഡ്രാമാറ്റിക് മൂവി ആയിട്ടുള്ള മലൈക്കൊട്ടൈ വാലിബൻ എന്ന സിനിമയുടെ റിവ്യൂ പറയാനാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിൽ എന്താ പറയുക പറയാനില്ല. കാരണം നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം അത് പക്ക ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കയ്യൊപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും ലാലേട്ടൻ്റെ അഭിനയ മികവ് ലിജോ ജോസ് പല്ലിശ്ശേരി മുതലാക്കിയ ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ലവ് സ്റ്റോറി ഉണ്ട്, അതുപോലെ തന്നെ ഫൈറ്റ് ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു ക്ലാസ് മൂവി. നമ്മൾ ലാലേട്ടൻ്റെ ലൂസിഫർ, അതുപോലെ തന്നെ മറ്റുള്ള സിനിമകൾ, മറ്റുള്ള മാസ് മൂവികളായിട്ടുള്ള നരസിംഹം, ആറാം തമ്പുരാൻ, അങ്ങനത്തെ ആ ഒരു സിനിമയുടെ ലെവലിക്ക് നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്ത് പോകാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലിൻ്റെ അഭിനയ മികവ് മുതലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ലൊരു ക്ലാസിക്കൽ ഡ്രാമാറ്റിക് മൂവി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ റിവ്യൂ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ മോർണിംഗിൽ, അതായത് ഏർലി മോർണിംഗിലുള്ള ആ ഷോ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷം വന്ന 11 മണിയുടെ ഷോ ആണ് കണ്ടത്. അപ്പോൾ ആ സിനിമയ്ക്ക് തന്നെ നമ്മൾ പോയപ്പം ഒട്ടുമിക്ക ആളുകൾക്കും ലാലേട്ടൻ്റെ ആ ഒരു മാസ് സീനുകൾ കാണാൻ വേണ്ടി മാത്രം വന്നിട്ട് അവർക്കത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു ആണ് ആളുകളെല്ലാവരും പ്രതികരിച്ചത്. കാരണം ആ ഒരു സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരി എന്നുള്ള ആ ഒരു ഡയറക്ടറുടെ സിനിമയാണ് എന്ന് കരുതി മാത്രമേ പോകാൻ പാടുള്ളൂ. ലാലേട്ടൻ്റെ അഭിനയ മികവ് നമുക്ക് അവിടെ കാണാം. അതാണ് ആ സിനിമയുടെ പ്രത്യേകത, മലൈക്കൊട്ടൈ വാലിബൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സിനിമ, നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ചരിത്രമാണോ എന്നൊന്നും അറിയില്ല. അതായത് നമ്മുടെ പോർച്ചുഗീസ് അവരൊക്കെ വന്ന സമയത്തുള്ള ആ ഒരു സ്റ്റോറി പോലെയാണ് എനിക്കൊരു ഫീൽ ചെയ്തത് ഈ സിനിമ. അപ്പോൾ എന്തായാലും അതായത് പോർച്ചുഗീസുള്ള ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വാണിജ്യത്തിന് വന്ന ഒരു സമയത്ത് എടുത്ത ആ ഒരു അന്നത്തെ ഒരു സ്റ്റോറി പോലെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും അടിപൊളി മൂവിയാണ്, നിങ്ങളെല്ലാവരും പോയി കാണുക. ആ ഒരു സിനിമയെ വൻ വിജയമാക്കി തീർക്കുക. നന്ദി, നമസ്കാരം. കൂടാതെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.